PSC ചുറ്റിപ്പറ്റിയുള്ള വലിയ വിവാദമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 തസ്തികയിലേക്കുള്ള 10 ക്വസ്റ്റ്യൻസാണ് മൂല്യനിർണ്ണയം ചെയ്യാതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 58 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ മൂല്യനിർണ്ണയം ചെയ്യാതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളവർക്ക് അഡ്വൈസറി മെമ്മോയും അയച്ചു. എന്നിട്ടാണിപ്പോൾ ഈ ഒരു വിഷയം എല്ലായിടത്തും ചർച്ചയാവുന്നത്, അല്ലേ? അതെ, അതായത് ഈ ആസൂത്രണ ബോർഡിലേക്കുള്ള ചീഫ് തസ്തികകളിലേക്കുള്ള ചോദ്യപേപ്പർ അതിലെ മൂല്യനിർണ്ണയത്തിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 10ഓളം ചോദ്യോത്തരങ്ങളിലാണ് ഈ മൂല്യനിർണ്ണയം നടത്താതിരുന്നതും അതിലിപ്പോൾ ഒരാൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾക്ക് ഇപ്പോൾ അതിൽ നിയമനം നടക്കുകയും ചെയ്തു. പക്ഷേ ഈ നിയമനം നടത്തിയ അല്ലെങ്കിൽ ഈ നിയമനം കിട്ടിയ ആളെന്ന് പറയുന്നത് ഒരു CPM അനുഭാവി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഗുരുതരമായൊരു ക്രമക്കേടാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ PSC ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അന്നത്തെ ഭരണപക്ഷത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ അനുകൂലിച്ച് നിൽക്കുന്നവർക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തുകയും കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ ചോദ്യമുനയിലാണ്. അവരുടെ ഭാവി എന്താകുമെന്ന് ഈ വിഷയമാണ് ഇന്ന് ലെക്സ് ടോക്ക് സംസാരിക്കാൻ പോകുന്നത്, അല്ലേ? അതെ, നമുക്ക് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവഴി കേൾക്കാം. PSCയിൽ ഇപ്പോൾ വലിയൊരു ക്രമക്കേടാണല്ലോ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴാണ് കുറേയൊക്കെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങുന്നത്. പണ്ട് തൊട്ടേ കാണുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് എങ്ങനെയാണെന്ന്. സോ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നേരേക്ക് എടുത്താലേ പറ്റൂ. കഷ്ടപ്പെട്ട് എഴുതുന്നവരുടെ ഒരു ആത്മവിശ്വാസം പോകുന്ന തരത്തിലുള്ള പെരുമാറ്റമല്ലേ അവർ ചെയ്തിരിക്കുന്നത്? അത് ശരിയാണ്. പിന്നെ ഞാനിപ്പോൾ SSC നോക്കണോണ്ട് പ്രത്യേകിച്ച് ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാവും. സോ ചോദ്യപേപ്പറിന് 10 ചോദ്യങ്ങളോളം ഇവാലുവേറ്റ് തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെയാണ് ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു ക്രമക്കേടാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? അവർ തന്നെ തീരുമാനം എടുക്കണം, കറക്റ്റ് മാറ്റി ഇനി ഇങ്ങനത്തെ തെറ്റ് വരാത്ത രീതിക്കുള്ളത്. ഞങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണമാണ് വന്നെങ്കിലും എത്രയോ എക്സാമിൽ ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടാനുള്ള പോസ്റ്റും വേക്കൻസിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, സമയവും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ആത്മവിശ്വാസം തകർക്കുന്ന രീതിക്കല്ലേ ഇപ്പോൾ പെരുമാറിയിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് PSCയിൽ പിടിച്ചു നിന്നേക്കും. വേറെ ഞാനിപ്പോൾ ഒരു ഡിഗ്രി മാത്രമുള്ള ഒരാളാണ്, ലിറ്ററേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈവറ്റായിട്ട് നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു സ്ഥിരതയോ വരുമാനം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ PSC ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് നമ്മൾ PSCയിൽ നിൽക്കുന്നത്. എന്നിട്ടും അത് ഇപ്പോൾ ഈ പിൻവാതിൽ നിയമനം അങ്ങനെയാണത് കൊടുക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന സംഭവമേ ഇല്ലാണ്ടാക്കണം. ഇപ്പം തന്നെ എത്ര പേര് കയറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മന്ത്രിസഭയെങ്കിലും പിൻവാതിൽ കയറിയവരെ എത്രയാണെന്ന് അത് ശ്രദ്ധിച്ചിട്ട് പുറത്താക്കാൻ പറ്റുന്നവരെ പുറത്താക്കണം. ഞങ്ങൾക്ക് തരേണ്ട വേക്കൻസി ഞങ്ങൾക്ക് തരണം. ഇതിനു മുൻപും ഈ PSCയുടെ വിഷയത്തിൽ ഒത്തിരി സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് വകുപ്പിലേക്ക് അതിൻ്റെ നിയമനത്തിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊക്കെ ഒരു ഫ്യൂച്ചർ ഉള്ളതാണ്. എല്ലാവരും ഇതിനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങൾ പലപ്പോഴും കിട്ടും ആ കട്ട് ഓഫിൽ ഞങ്ങൾ കടക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും കട്ട് ഓഫ് കൂട്ടിയിട്ട് വേക്കൻസി കുറയ്ക്കുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ പലപ്പോഴും അറിയുന്ന എന്തോന്നാണ്, ഫിസിക്കൽ പോലും പാസ്സാകാത്തവരെയാണ് അവരവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാക്കും? സാധാരണക്കാരായിട്ടുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുൻപ് നമ്മൾ കേട്ടിരുന്നു, അതായത് ഈ ഫാഷൻ ഷോകളിലും ഒക്കെ ആയിട്ട് മത്സരിച്ച പലരെയും ഇപ്പോൾ പോലീസിലേക്ക് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്താ തോന്നുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ പോലീസിന് ഇത്രയും കട്ട് ഓഫ് ഒന്നും വരുന്നൊന്നുമില്ല. പറയുന്ന റീസൺ എല്ലാവരും പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കട്ട് ഓഫ് ഉയരണമെന്നാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ? അതെ, അതായത് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് പാഷൻ ഉണ്ടായിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല. ഞാൻ കൂടുതലായിട്ട് കോഴ്സ് നോക്കുന്ന ഒരാളാണ്. പലപ്പോഴും കട്ട് ഓഫ് കടക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും കട്ട് ഓഫ് കടക്കുന്നില്ല, വേക്കൻസി കുറച്ചെന്ന് പറയും. എന്നിട്ട് പറയുന്നത് അതിൽ എടുത്ത ആൾക്കാരെ മുഴുവൻ ജോലിക്ക് എടുക്കുമെന്ന് പറയും. ആരെ എടുക്കുന്നു? എത്ര പേരെ എടുക്കുന്നു? ഇങ്ങനൊരു ഇത് നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. സ്റ്റുഡൻസ് ആകുമ്പോൾ അവർക്ക് ഇവിടെ ഒരു റാങ്ക് കിട്ടുമ്പോൾ അതിൽ ജോലിക്ക് കയറണമെന്നുള്ളത് അവരുടെ ആവശ്യത്തിനാണല്ലോ അവർ പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ചെയ്തൊരു തെറ്റായിട്ടുള്ളൊരു
ഇതാണെന്നാണ് എൻ്റെ ഒരു PSCയോടുള്ള ഒരു വിശ്വസ്തത ഇതോടെ പോയില്ലേ? ഇതിന് മുന്നേയും ഇങ്ങനെ നിയമനങ്ങൾ ഉണ്ടായി കാണുമെന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാമല്ലോ. അത് പക്ഷേ നേരത്തെ തൊട്ടേ PSCയുടെ ആ ഒരു വിശ്വസത കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ റാങ്ക് കിട്ടിയവർക്ക് തന്നെ ജോലി കിട്ടാതെ ആവുന്നു. അങ്ങനത്തെ കുറേ പ്രശ്നം വരുമ്പോൾ ഓൾറെഡി അവരുടെ സിഗ്നിഫിക്കൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ജസ്റ്റ് ജനറലി തോന്നിയിട്ടുള്ളത്. നമ്മളൊരു 10 മാസം 6 മാസം കുത്തിയിരുന്ന് പഠിച്ച് എക്സാം എഴുതി പോയാലും നമുക്കതിന് ജോലി കിട്ടില്ല. അതായത് കുത്തിയിരുന്ന് പഠിക്കുന്നവർക്ക് ജോലിയില്ല. ഒന്നും ചെയ്യാതെ ജസ്റ്റ് പോയി നിൽക്കുന്നവർ, പാർട്ടിയിലെല്ലാം ബലമുള്ളവർക്ക് ജോലിയുണ്ട്. അപ്പം അത് നമുക്കൊരു എന്താ പറയുക, സർക്കാരിൻ്റെ ഒരു ഭാഗത്തിന് മിസ്റ്റേക്കുമാണ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതിന് ഫലമില്ലാത്തതിനൊരു നമുക്ക് തന്നെ ഒരു തോന്നിപ്പോവും, കുറ്റമൊന്നും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമുക്കൊരു ഫലമില്ലല്ലോ എന്ന് തോന്നിപ്പോവും. PSCയിലുള്ള ഒരു വിശ്വസ്തത തന്നെ ഇതിൽ നിന്ന് അങ്ങ് പോവുകയാണല്ലേ. നമ്മൾ PSC നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് ജോലി ഇപ്പോൾ നമുക്ക് സ്ഥിരതയില്ല, ഒരു ടെമ്പററിയാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലൂടെ മതി. എന്നാൽ ഒരു 1,00,000 പേരുണ്ടെങ്കിൽ അതിലൊരു ഒന്നുമില്ലെങ്കിൽ 100 പേർക്ക് കിട്ടണം. 100 പേർക്ക് പിന്നെ കിട്ടണില്ല. ആ 100 പേരിലൊരു 90 പേരും പിൻവാങ്ങുന്ന നിയമത്തിലുള്ളത്. അപ്പം നമുക്കൊരു എന്താ പറയുക, നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ ആക്കിയാണ്. അപ്പം അത് വേറെ ഒന്നുമില്ല, നമുക്കാണ് നഷ്ടം വരണത്, വേറെ ആർക്കും നഷ്ടം വരാൻ പോകുന്നില്ല. സോ അതിൻ്റെ ഇതിന് മുന്നേ ഇങ്ങനെയൊക്കെയുള്ള നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ പോലീസിൻ്റെ കോൺസ്റ്റബിൾ ടെസ്റ്റിന് തന്നെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേർക്ക്, അതായത് ലിസ്റ്റിൽ വന്നിട്ട് 2-3 പേരെ ചെയ്ത പ്രശ്നത്തിൽ മൊത്തം ലിസ്റ്റ് തന്നെ ഇല്ലാതാക്കിയാണ്. അപ്പം അത് നമുക്ക് വലിയൊരു പിഴവാണ്. സർക്കാർ അത് ഉടൻ തന്നെ മാറ്റം വരുത്തണം. അത് ഉടൻ തന്നെ അതായത് പഴയ സർക്കാർ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പുതിയ സർക്കാർ വന്നത്. അത് ഉടൻ തന്നെ മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 10 പിള്ളേർ കൂടെ അവർ ആഗ്രഹിച്ചൊരു ജോലി അവർക്ക് കിട്ടും. ഇപ്പം ഞാൻ തന്നെ CPO എക്സാം കുറേ ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് കുറേ കൂടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫ് കൂട്ടുന്നുണ്ട്, എക്സാം ഹാർഡാക്കുന്നുണ്ട്, പിള്ളേരുടെ എണ്ണം കൂടുന്നുണ്ട്, വാക്കൻസി കുറയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പം നമുക്ക് പ്രഷറാണ്. നമ്മൾ SSC പഠിക്കുന്നുണ്ട്. SSC സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്. അതും ഇതേപോലെയൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നല്ല ഉണ്ട്. അതേപോലെ തന്നെ PSC പൊളിറ്റിക്കൽ ഒരിക്കലും പഠിത്തത്തിൽ സ്റ്റഡീസിന് കൊണ്ടുവരാൻ പാടില്ല. അത് അതിൻ്റെ രീതിയിൽ പഠിത്തം ഒന്ന് പൊളിറ്റിക്സ് ഒന്ന് അതിന് മാറ്റി നിർത്താൻ പറ്റിയാൽ അത്രയും നല്ലത്. സ്റ്റുഡൻസിന് അത്രയും നല്ലത്. അവർക്ക് ജോലി കിട്ടി ഭാവി അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. പഠിച്ചവർക്ക് പണ്ട് മുതലേ ഇല്ല. അല്ല ഈ പൈസ കൊടുത്ത് ഇപ്പോഴാണ്ട് എത്ര പേര് ആളുകൾ നമ്മളെ പോലെ പാവപ്പെട്ട ആളുകൾക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ഏത് പാർട്ടി വന്നാലും അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അത് ഏത് പാർട്ടി ആയാലും. PSC വഴിയും കളിയുണ്ട്, എല്ലാത്തിലും കളിയുണ്ട്. പൈസ കൊണ്ടുവച്ചാൽ നമുക്ക് ജോലി ഉറപ്പാണ്. അല്ല പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല ഇന്നത്തെ കാലത്ത്. ഒരു കൂലിപ്പണി പോലും ഇന്നത്തെ കാലത്തില്ല. ഇവിടെ എല്ലാ ആളുകളും വെളിയെ സ്ഥലത്തല്ലേ പോയി അന്വേഷിക്കുന്നു. ഇവിടെ എന്തിരിക്കുന്നു? ഇവിടെ കുറേ ഗുണ്ടകൾ വരുത്തുന്നു, കുറേ ആവശ്യമില്ലാത്തത് കഞ്ചാവും മയക്കുമരുന്ന് ഇതിൻ്റെയൊക്കെ ഇതാണ് ഇവിടെ നടക്കുക. അല്ല ഇവിടെ എന്തിനാണ് നടക്കണം? അവരെ പാർട്ടിക്കാരെ അവരെ ആളുകൾക്ക് അവർ പുഷ്പം പോലെ ഒരു പേപ്പർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാറിഞ്ഞൂടല്ല. അങ്ങനെയുള്ള ആ സ്ഥിതിയായി ഇപ്പം. കാര്യം ഈ ഓപ്പറേഷൻ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പർ എന്ന് കഴിഞ്ഞാൽ അവനെടുത്ത് വായിക്കാറിഞ്ഞൂടും. അതാണ് പഠിത്തവും മറ്റതും വില. അപ്പോൾ പൈസ അവിടെ പഠിത്തമല്ല, പൈസയ്ക്കാണ് വില. ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപ എടുത്താൽ നാളെ ജോലി ഉറപ്പാണ്. ഇപ്പോൾ PSCയിലെ ക്രമക്കേടുകളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരുപാട് മാർക്കിൻ്റെ ഡിഫറൻസിലാണ് ഇപ്പോൾ ഫസ്റ്റ് നിയമനം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ആക്ച്വലി നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ എത്ര നാൾ ഇപ്പോൾ ഒരു 6 മന്ത്സ് ആണെങ്കിൽ കൂടി ഒരു 8 മന്ത്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിരിക്കും നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ പിൻവാതിൽ കൂടെ ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക, കൂടാതെ തന്നെ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് തന്നെ ഒരു 58 മാർക്സ് വരുന്നിടത്തോളം ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ഇനി അത് നോക്കാതെ തന്നെ ഇടുമ്പോഴത്തേനും ഇനി അടുത്ത് ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബാക്കി ലൈക്ക് ആ ലിസ്റ്റ് ചിലപ്പോൾ ഇൻവാലിഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പഠിച്ച ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുന്നില്ല. അത് നമുക്ക് ലൈക്ക് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ബാഡ് ഫോർ അസ് ടു. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഇഷ്യൂവിലാണ്. പിന്നെ നമ്മൾ തന്നെ ലൈക്ക് എല്ലാവർക്കും എല്ലാ സമയം നമുക്ക് ഏജ് ഓവറും കൂടെ ആകുമ്പോഴത്തേനും ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു 24 ഒക്കെ ആവുന്നുള്ളൂ. പക്ഷേ ബാക്കി കൂടുതൽ ഏജ് ഉള്ളവർ എഴുതി വരുമ്പോഴത്തേനും പിന്നെയും എഴുതുമ്പോഴത്തേനും കഷ്ടമാണ്. അവർക്ക് ഏജ് ഓവറായി പോകുമ്പോഴത്തേനും പിന്നെ അവരുടെ ചാൻസാണ് നഷ്ടപ്പെടുന്നത്. കൂടാതെ തന്നെ PSCയുടെ ഒരു ഓൾറെഡി ഉള്ളൊരു കാര്യമാണ്, ലിസ്റ്റ് ഇട്ടാലും നമുക്ക് കുറേ കഴിഞ്ഞിട്ടേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അർഹിക്കുന്ന ആൾക്കും കൂടെ കിട്ടാതാകുമ്പോഴത്തേനും അത്രയും സമയം വെയിറ്റ് ചെയ്യുന്നതിനോട് ഇങ്ങനെ അവരുടെ സമയം പോവുകയാണ്. കൂടാതെ തന്നെ അവർ അത്രമാത്രം പരിശീലിച്ച് എഴുതിയൊരു എക്സാമും ഇൻവാലിഡ് ആവണം. ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഒരു സൈക്കിൾ ബ്രേക്ക് കൂടെയാണ് നടക്കുന്നത്. ലൈക്ക് പഠിച്ച് ഏകദേശം ഒരു
മെൻ്റൽ ഒരു കോൺഫിഡൻസ് ആണല്ലോ, ഇത് ഞാൻ ഇത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസോടായിരിക്കും അവർ എഴുതിയതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴേക്ക് അത്രയും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ അയ്യോ ഞാൻ നല്ലതല്ല എന്ന് സ്വന്തമായിട്ടൊരു സെൽഫ് ക്വസ്റ്റനിങ് കൂടെ റൈസ് ചെയ്യുന്ന ടൈമാണ്. അപ്പം നമ്മൾ ഇത്ര പ്രിപ്പയർ ചെയ്താലും നമ്മൾ തന്നെ ഡൗട്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അവിടെ തൊട്ട് നമ്മുടെ താഴ്ച സ്റ്റാർട്ട് ചെയ്യും. അത് ലൈക്ക് മോറോവർ ഇത് പൊളിറ്റിക്കലി അല്ലാണ്ട് മെൻ്റലി ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് PSC ഒരു വിശ്വസ്തത നമുക്ക് ഇതോടെ പോവുകയല്ലേ? ആണ് ഇപ്പോൾ എല്ലാവരും SSC പ്രിഫർ ചെയ്യുന്നത്. കാരണം SSC ഒന്നില്ലെങ്കിലും ഇത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചാൽ ജോലി ഉറപ്പാണെന്നെങ്കിലും പറയാം. മറ്റേത് പ്രോബ്ലംസ് ഉണ്ട്. വി ഹവ് സീൻ ആ ന്യൂസിൽ ലൈക്ക് ഫോൺ വെച്ച് ലൈക്ക് ആൻസർ എടുക്കുന്ന ആ ഒരു ടൈം എടുക്കുന്ന ആ ഒരു രീതിയിലും കൂടെ വരുമ്പോഴത്തേനും എല്ലാവരും PSC പ്രിഫർ ചെയ്ത് കുറേ പേര് SSC പ്രിഫർ ചെയ്യുന്നവരും ഉണ്ട്. അതെ, അപ്പോൾ ഒരു മെൻ്റൽ ഇഷ്യൂവും കൂടെയാണ്. പീപ്പിൾ വില്ലേക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് അണ്ടർമൈൻ ചെയ്യും. പിന്നെ ഇവർ ഇത്ര പഠിപ്പിച്ചിട്ട് അപ്പോൾ ഇത്ര പഠിച്ചാലും ശരിയാവത്തില്ലേ, പിന്നെ ഇനിയും പഠിക്കും. കൂടാതെ തന്നെ നമ്മൾ തന്നെ കണ്ടുവരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ PSC ഒരു പുള്ളിക്കാരത്തി ലൈക്ക് സൂയിസൈഡൊക്കെ ചെയ്തതിൻ്റെ എക്സാം പ്രഷർ കാരണം. അപ്പോൾ ലൈക്ക് ആ ഒരു ഇഷ്യൂ ഇവിടെ വരുമ്പോൾ റെലവൻ്റ് ആണ്. ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരും ഓരോ രീതിക്ക് പഠിക്കുകയാണ്. ഈ ഹാർഡ് വർക്കിനൊന്നും അത് പേ ഓഫ് ചെയ്യുന്നില്ല, അതിനുള്ള ഒരു റിസൾട്ട് ആർക്കും കിട്ടുന്നില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ എങ്ങനെയാണ് ഈ കുറച്ചുകൂടെ മണി അതൊരു മാറ്റർ ആവുന്നത്, എങ്ങനെയാണോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, മണി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഈ ഒരു 6 to 7 ഇയേഴ്സോളം പ്രോപ്പറായിട്ടുള്ളൊരു നിയമനങ്ങൾ നടന്നിട്ടില്ല. ഇതിനു മുൻപ് നമ്മളിപ്പോൾ സെക്രട്ടറിയേറ്റ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബസ് സ്റ്റോപ്പിലും സെക്രട്ടറിയേറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടതാണ്, വലിയ രീതിക്കുള്ളൊരു പ്രതിഷേധം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനൊക്കെയും ഇപ്പോഴാണ് നമുക്കിത് പുറത്ത് വരുന്നത്. ഇത്രയും നാളും ഇത് ലൈക്ക് സപ്രസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് ലൈക്ക് ഒരു 3rd ടേം കൂടെ ഈ ഒരു പിണറായി സർക്കാരിൻ്റെ ഭരണം വന്നിരുന്നെങ്കിൽ ഇതിപ്പോഴും പുറത്ത് വരില്ല. അപ്പോൾ ഈ പറയുന്ന സ്റ്റുഡൻസൊക്കെ ലൈക്ക് ഒരു എന്താ വിഡ്ഢികളാണോ ഇത്രയും നാളും, അങ്ങനെ ഒരു ചോദ്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതിനെ? ഒബ്വിയസ്ലി അങ്ങനെ വരുമ്പോഴത്തേനും അങ്ങനെ പറയാൻ തന്നെ വേണം. കൂടാതെ തന്നെ ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അപ്പോൾ എഴുതി അങ്ങ് ചെയ്യുന്ന ആൾക്കാരും അയ്യോ എൻ്റെ തെറ്റുകൊണ്ടായിരിക്കും കിട്ടുന്നത്, അതിൽ വേറൊരു ഹോൾ പിക്ചറായിട്ട് അവർ ആലോചിക്കുന്നില്ല. അപ്പോൾ ഗിവപ്പ് ചെയ്യാനും ഉണ്ട്, പിന്നെ മീനിയൽ ജോബ്സ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൻഷൻ വന്നതുകൊണ്ടാണ് ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് ഒത്തിരി കുറച്ചുകൂടെ ആൾക്കാർക്ക് ബേസുള്ള ആൾക്കാർക്ക് അറിയാനും പറ്റിയത്. അത് ആക്ച്വലി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ ചിലർക്ക് എന്നെ അറിയത്തില്ലായിരിക്കും, അവരാണെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞു കിട്ടിയില്ല ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് പുറകിലെ കാര്യം മനസ്സിലായാലും ലൈക്ക് ഇതെൻ്റെ ഹാർഡ് വർക്കിന് അത്ര ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലൈക്ക് ഇത് എൻ്റെ ഒരു ഡിസേർവിങ് സ്ഥലമാണ് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതിനെ പറ്റി അവർക്കും ഒരു ലൈക്ക് ഒരു അവയർനെസ് കിട്ടുന്നുള്ളൂ. നമ്മൾ കഷ്ടപ്പെടും. ഇപ്പോൾ എത്രയോ പേരുകൾ ഇപ്പം 2 വർഷം 4 വർഷം 5 വർഷം കൊണ്ട് ഇപ്പം പഠിക്കുന്നുണ്ട്. അവരിപ്പോൾ ഇത്രയും പഠിച്ച് എത്തിയിട്ട് അവസാന നിമിഷം എത്തിയിട്ട് നമുക്ക് ജോലി കിട്ടിയില്ലെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു വിഷമം അറിയാം. ഇപ്പം നമ്മൾ മെയിൻ ലിസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് അഡ്വൈസ് കിട്ടാനും എത്ര വർഷം എടുക്കുമെന്നറിയാമോ? ഇത്രയൊക്കെ പഠിച്ചെത്തിയിട്ട് പെട്ടെന്ന് ഒരാൾക്കാണെങ്കിൽ പിൻവാതിൽ നിയമത്തിൽ എത്തുമ്പോൾ നമ്മളായാലും തളർന്നു പോകും. പിന്നെ ഇതിലെന്ത് ജസ്റ്റിസാണ് ഉള്ളത്? അത് തന്നെ നമുക്ക് പറയുന്നത്. പിന്നെ ഇപ്പോൾ പ്രതികരിക്കാനല്ലേ നമുക്കും പറ്റത്തുള്ളൂ. നമുക്ക് പണ്ടത്തെ കൂട്ട് കത്തിയും വാളും ബോംബ് കൊണ്ട് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ലല്ലേ. ഇപ്പോൾ തന്നെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാതെ പോയിരിക്കുന്നത്. 58 മാർക്ക് ഉള്ള 10 ക്വസ്റ്റ്യൻസ് ഇവാലുവേറ്റ് ചെയ്യാതെ ആദ്യത്തെ നിയമനം നടത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് PSC എടുത്തുള്ളൊരു വിശ്വസ്തത അങ്ങ് പോവുമല്ലേ? ആണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം നമുക്ക് ഗവൺമെൻറ് ജോലിയാണ് ഇപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടത്. ഇപ്പം PSCയോട് വിശ്വസ്തത പോകുകയാണെന്നും പറഞ്ഞിപ്പോൾ നമ്മൾക്കിപ്പം ഗവൺമെൻറ് ജോലി വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ എന്തുവാ പഠിച്ചുകൊണ്ടിരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. PSC ഗവൺമെൻറ്റിനോടുള്ള വിശ്വസ്തത ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ പ്രൈവറ്റ് മേഖലയിൽ ഇറങ്ങണം. അതിൻ്റെ ഏരിയയാണ് ഞാൻ PSC പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറേ കാലം 2019 തുടങ്ങിയാണ്, 1-2 ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ നിയമനങ്ങളൊന്നും നടക്കില്ല. ഞാൻ 2 CPയുടെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. പിന്നെ നിയമനങ്ങളൊന്നും നടക്കാതെ വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്തിനു ഞാൻ വൈ ചൂസ് PSC എന്ന് ആലോചിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ 2 വർഷമായി. അത് PSCയോടുള്ള വിശ്വാസക്കുറവ് വന്നതുകൊണ്ടാണ് എനിക്ക് പ്രൈവറ്റ് മേഖല ചൂസ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ഡിഗ്രിയും MAയും എല്ലാം കഴിഞ്ഞിട്ട് പലരും ഇപ്പം ഇതേപോലെ ഗതികേട് കൊണ്ടാണ് വേറെ പല ജോലികളും പോകണം. പിന്നെ ഞാൻ എൻ്റെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗവൺമെൻറ് എന്തെങ്കിലും ഡിപ്ലോമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ തിരിച്ചു വരും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ പലരും പുറം രാജ്യങ്ങളിലൊക്കെ ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട്. അവർ ഇഷ്ടപ്പെട്ട് പോകുന്നതല്ല, അവരുടെ ഗതികേട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അതായതുകൊണ്ട് പോകുന്നതാണ്. അപ്പം പുതിയ ഗവൺമെൻറ് VD സതീശൻ്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അതെന്തെങ്കിലും ഇതേപോലെ നമ്മുടെ യുവാക്കളെ നാട്ടിൽ തന്നെ നിർത്താനും തൊഴിലവസരങ്ങൾ കൊടുക്കാനും എന്തെങ്കിലും സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു
ജോലിയുടെ തന്നെ 3 ലക്ഷത്തോളമാണ് ഇതിൻ്റെ സാലറി വരുന്നത് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ 3 ലക്ഷം വരുന്ന സാലറിയുടെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ അന്നത്തെ ഭരണപക്ഷത്തിൽ അനുകൂലമായി നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് തിരിച്ചു മറിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഗുരുതരമായ ക്രമക്കേടാണ്. അപ്പോൾ അതിന് അതെ, നമ്മൾ ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു ഫിംഗർ ടെസ്റ്റ് ഉണ്ട്, അല്ലാതെ ഒരുപാട് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പരീക്ഷ ആത്മാർത്ഥമായിട്ട് എഴുതുന്നത് നമുക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതേപോലെ ക്രമക്കേട് കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരായാലും അല്ലാത്തവരായാലും അവർ സിമ്പിളായിട്ട് അത്, അതായത് റോങ് ചെയ്യുന്നവർ റോങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോലുള്ളവർ സിൻസിയറായിട്ട് വർക്ക് ചെയ്യണവർ ഇന്നും വെറുതെ ഒരു സക്സസ്സും ഇല്ലാതെ ഫെയിലറായിട്ട് നടക്കുകയാണ്. പഠിച്ച പിള്ളേർ ജോലി ഇല്ലാതെ അലയുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ജോലി പഠിച്ച പിള്ളേരിനില്ല, ജോലി തൊഴിലില്ല. പിൻവാതിൽ നിയമം തന്നെ കൂടുതൽ നടക്കുന്നത്. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. അതെ, പണവും ജോലി ഇല്ലാത്തവർക്ക് ജോലിയില്ല. പഠിക്കുന്നവർക്കുള്ള അംഗീകാരം കിട്ടണം, അതിനുള്ള മറ്റെല്ലാം അവർക്കെല്ലാം നിയമപരമായിട്ടുള്ള എല്ലാം കിട്ടണം. അതാണ് നല്ലത് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളെല്ലാം പത്രത്തിൽ വായിക്കുന്നു തോന്നുന്നു. പിന്നെ അതോട് സംബന്ധിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ പുറത്തുനിന്ന് കാരണം വിദ്യാസമ്പന്നർക്കെല്ലാം അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത്രയുള്ളൂ. വിദേശത്തേക്ക് പോകുന്നത്, വിദേശത്ത് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ അതിനുള്ള അംഗീകാരം ലഭിക്കുന്നില്ല. നല്ല മലയാളികളെന്ന് വെച്ചാൽ നല്ല പ്രൊഫഷൻ, നല്ല മറ്റുള്ളവരെക്കാൾ കഴിവുണ്ട് അവർക്ക്. അവരെല്ലാം നല്ല എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇവിടത്തേക്കാളും പ്രോഫിറ്റും അതിനുള്ള നല്ല വർക്കർക്ക് ഇവിടെയുള്ള നല്ല ശമ്പളമോ അല്ലെങ്കിൽ അതിനുള്ള ഒന്നുകൂടെ കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഇവരൊക്കെ പുറത്ത് പോകണം. അത്രേ ഉള്ളൂ. പുറത്ത് പോയിട്ട് കൂടുതൽ സമ്പാദിക്കുന്നു. വർഷങ്ങൾ പ്രയത്നിച്ച് വരുമ്പോഴത്തേക്ക് അവരുടെ സമയം കഴിയും, അവരുടെ പ്രായം കൂടുതലാവും, എല്ലാം കൂടുതലാകും. അത് സംബന്ധിച്ച് അതിനെ നോക്കുന്നത് എല്ലാവരും. നല്ല കഴിവുള്ളവരുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ. അവരെല്ലാം ഇതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പുറത്ത് അംഗീകാരം ഇല്ല. പക്ഷേ ഇതെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്നത് നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ കടമ തന്നെയാണ്. അവർ എല്ലാ മേഖലകളിലും അവർ ചിന്തിക്കണം. നല്ല ഇവിടെ കഴിവുള്ള ചെറുപ്പക്കാർ, നല്ല വിദ്യാസമ്പന്നർ, അവരെല്ലാം എന്തുകൊണ്ടിങ്ങനെ പുറത്ത് പോകണം? മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെ കൂടുതലില്ല. ചൈനയിലൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈനയിൽ, ജപ്പാനിൽ അങ്ങനെയൊന്നുമില്ല. അവർക്കെല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മളിവിടുന്ന് ഇത്രയും ദൂരെ പോയി നമ്മൾ അവിടെ റൂം എടുത്ത് താമസിച്ച് പിറ്റേ ദിവസം പോയി രാവിലെ 10 മണിക്കാണ് ടെസ്റ്റെങ്കിൽ 9 മണിക്ക് പോയി അവിടെ ഇരിക്കണം. അവിടെ ചെല്ലും പറയും ഇത്ര മണിക്ക് അകത്ത് കയറണം. അത് അവർ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് താമസിച്ചാൽ 10 മണിക്ക് വാതിൽ തുറന്ന് അകത്ത് കയറുന്നു. ഈ 10 മണി തന്നെ 10:15 ആയപ്പോയാൽ 10:10 അവർ പിന്നെ എഴുതാൻ സമ്മതിക്കില്ല. എത്ര കിലോമീറ്റർ താണ്ടി വന്നതാ, നിങ്ങൾ ട്രെയിനിൽ വന്നോ പ്ലെയിനിൽ വന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ അതിനകത്ത് കയറില്ല. അത് എൻ്റെ ഓഫീസിലായാലും ശരി തന്നെ അവർ ഗേറ്റങ്ങ് അടയ്ക്കും. ഗേറ്റ് അടച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഇങ്ങനെ മുട്ടിയിട്ടോടെ നിൽക്കുക, സാറെന്ന് വിളിക്കുക എന്നുള്ളതല്ലാതെ അവരകത്ത് വരില്ല. അവരിത് ഇങ്ങനെ ഒരു പ്രകസനത്തിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എഴുതിച്ച് നമ്മൾ ഇത്ര ആളിനെ നമ്മൾ ടെസ്റ്റ് എഴുതിച്ചെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇത് വിളിക്കുന്നത്. അല്ല ഇതിൽ പോണ ആളിനൊന്നും കിട്ടില്ല. അതെല്ലാം അവർ ഈ ടെസ്റ്റിൽ കൂടി തന്നെ അവരുദ്ദേശിക്കുന്ന ആളും കാണും. ചിലപ്പോൾ അവരും കൂടി അതിൻ്റെ കൂടെ കാണും. അത് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന ആളിന് ജോലിയാണ്. പിന്നെ നമ്മൾ എത്ര കാലം കാത്തിരുന്നാലും ഇത് വിളിക്കില്ല. ടെസ്റ്റിന് പോകുക എന്നുള്ള മാത്രമേ ഉള്ളൂ. എത്രയോ എൻ്റെ മരുമക്കളൊക്കെ ഉണ്ട് അല്ലേ, ടെസ്റ്റിനൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. കോഴിക്കോട് പോയിട്ടുണ്ട്, മലപ്പുറം, അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഈ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് വെറുതെ ആണിത്, നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ പോരുക, ഒരു പേര് ആളെടുക്കണം, അത് വേറെ എടുക്കും. അങ്ങനെയാണ് എൻ്റെ കണക്ക്. ഇതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇവിടെ ജോലി കിട്ടാതെ ഇങ്ങനെ ക്രമക്കേടുകൾ നടക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ചെറുപ്പക്കാരെല്ലാവരും വിദേശത്തോട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി, നിങ്ങൾ ടെസ്റ്റിന് പോയാൽ ഇൻ്റർവ്യൂവിന് പോയാൽ നിങ്ങൾക്ക് കൂടെ ജോലി കിട്ടും, ഒരു കുഴപ്പമില്ല, ഇവിടെ പഠിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ജോലി കൊടുക്കും എന്നാണ് പറയണത്. ഇല്ല, ഞാനൊക്കെ ഇതുപോലെ ഒരു ഇതിൻ്റെ അഗ്രികൾച്ചർ കാർഷിക കോളേജിൽ ഒരു വേക്കൻസി 8-10 വേക്കൻസി ഉണ്ടായിരുന്നു, 10-15 വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ കോഴിക്കോടുള്ള ഒരാൾ
കോഴിക്കോട് ഉള്ള ആളുടെ പേരെന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള ആൾ, പിന്നെ ഇവിടെ പാപ്പനംകോട്ടുള്ള ഒരാൾ, ഒരു 4-5 പേരാണ് ഇതിൻ്റെ ഈ കമ്മിറ്റിയിലുള്ള ചെയർമാൻ അങ്ങനെയുള്ളവർ. ഈ 4 പേരും പോയി കാണണം നിങ്ങൾ. 4 പേരെ കണ്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ടെസ്റ്റിന് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് ഒരു 7-8 വരെ പേര്, അതായത് ഈ ടെസ്റ്റിലുള്ളതിൽ ഇത്ര ആളേക്ക് ജോലി കിട്ടും. അപ്പോൾ ഞാനും പോയി കോഴിക്കോട് പോയി ഇതിൻ്റെ കമ്മിറ്റിയിലുള്ള ഒരാളിനെ പോയി കണ്ട്. അപ്പോൾ ആ ആളിനെ കണ്ടപ്പോൾ ആ ആൾ പറഞ്ഞു വെച്ചാൽ പാപ്പനോടുണ്ട്, വേറെ 2 പേരുണ്ട്, 3 പേരുണ്ട്. ഇവർ എല്ലാവരും കൂടി വിചാരിച്ചാൽ നടക്കുകയുള്ളൂ. ഇപ്പം ഞാൻ മാത്രം വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. 3 പേരും കൂടി കാണണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാവരും കാണാൻ നമ്മളെ കൊണ്ട് അപ്പോഴും പറ്റില്ല. പഠിക്കുന്ന കുട്ടികൾ അത് ഭാവിയെ തകർക്കുന്ന ഒരു കാര്യമാണ്. അതെ ഇപ്പോൾ തന്നെ പരീക്ഷ പേപ്പർ ചോർച്ച നടന്നില്ലേ? അപ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന മക്കളെ എന്തുമാത്രം ഭാവി എന്നവരെ തകർന്നത്. അവരുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. അവർ പിന്നെ പഠിത്തത്തിന് മാത്രമല്ല, അവർക്ക് ഈ പഠിക്കുന്ന മക്കൾക്ക് ഇപ്പം ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കൂടെ കണ്ട ഒരു വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞ് ഞാൻ കോർപ്പറേഷനിലെ ഒരു ഡ്രൈവർ പേപ്പർ വരെ ഞാൻ ടെസ്റ്റ് ചെയ്ത ആളാണ്. എന്നിട്ട് പോലും അതിന് പോലും എനിക്ക് ജോലി കിട്ടിയില്ല. ഒരു ഡ്രൈവർ ജോലി മതി, അതിന് വരെ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. പിന്നെ എന്താ പറഞ്ഞല്ല, തലവര എന്നൊരു സംഭവമില്ലേ, പിന്നെ സാമ്പത്തികം, പിന്നെ പാർട്ടിയിൽ പിടിപാട്, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സാധാരണക്കാർ എന്നും എന്താ പറയുക അതമ്പതിച്ച് നിൽക്കുന്നവല്ല. അവർക്കില്ലാതെ വരുമ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കും, ഗൾഫിൽ പോകും. പിന്നെ അവിടെ ജോലി അവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും അവനൊക്കെ ഇത് ജോലികൾ. ഇപ്പോൾ അവിടെ ഞാനൊക്കെ നിൽക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഈ ഫ്രീ സോണിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, കണ്ടീഷൻ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ നല്ല പഠിച്ച കുട്ടികളാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അവർ എന്തെങ്കിലും ജോലി കിട്ടട്ടെ, വീട്ടിലെ കഷ്ടപ്പാട് ഇന്നത്തെ അവസ്ഥയല്ല അന്നത്തെ അവസ്ഥ. അന്ന് ഒരുപാട് കഷ്ടപ്പാടുള്ള അവസ്ഥ. ഇന്ന് എല്ലാ മക്കൾക്കും കഷ്ടപ്പാട് ആരും അറിയുന്നില്ല. പണ്ട് കഷ്ടപ്പാടുള്ള കാലഘട്ടമാണ്. അന്ന് റിയാലും ദറംസൊക്കെ വില കുറവുള്ള സമയമാണ്. ഞാനൊക്കെ സൗദിയിൽ പോകുമ്പോൾ 7 രൂപ 50 പൈസ ഒരു റിയാൽ. ഇന്ന് ആ റിയാലിൻ്റെ വില എത്ര മാറി? പിന്നെ അതുപോലെ ഫോണില്ല, കത്ത് മുഖാന്തരമാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലില്ല. നമ്മുടെ PSC സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ഞാനും PSC ടെസ്റ്റ് എഴുതി കയറിയ ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് 2 മക്കളും PSC ടെസ്റ്റ് എഴുതി വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക. മുൻകാലങ്ങളിൽ നമുക്ക് മനസ്സിനൊക്കെ ഉള്ള ഒരു തോന്നലെന്ന് പറയുന്നത് PSC എന്ന് പറയുന്നത് സത്യസന്ധമായും കേരള പബ്ലിക് സർവീസ് കറക്റ്റ് നടത്തണമെന്നാണ് പറയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ഇൻ്റർവ്യൂവിനൊക്കെ ഒരു 50% മാർക്ക് വെച്ചിരുന്നപ്പോൾ ഒരുപാട് ഈ മുമ്പേഴ്സുമാർ ഒരുപാടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 20 മാർക്കാണ് ഇൻ്റർവ്യൂവിന് വെച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിലിപ്പോൾ നമ്മൾക്കൊരു വിശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ 12 മാർക്കോളം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഓൾറെഡി ഒരുവിധമൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് പരീക്ഷയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്ക് തോന്നപ്പെടുന്നത്. ഇനി എത്രത്തോളം അതിനകത്ത് ഈ വലിയ ഹൈ പോസ്റ്റുകളെ കുറിച്ചൊക്കെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. മറ്റ് പോസ്റ്റുകളെ കുറിച്ച് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ അമിതമായ ഉത്കണ്ഠ ഈ കാര്യത്തിലുണ്ട്. കാരണം ഞങ്ങളുടെ മക്കളും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം പഠിച്ചൊക്കെ വരുന്ന കുട്ടികളാണ്. പ്രത്യേകിച്ചും ഈ പറയാൻ പാടില്ല, അത് റിസർവേഷൻ കാര്യങ്ങളും നമുക്കൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റ് ഇൻ്റർവ്യൂ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളോടുകൂടി ശക്തമായ ഒരു എതിർപ്പാണുള്ളത്. അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ എനിക്കുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം നഷ്ടപ്പെടുന്ന പോലെയാണ് ഈ PSC ക്രമക്കേട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചതിലൂടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളുടെ വിഷമം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതെ, ഇന്ന് നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ വിഷമം ഒരുപാട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും അതിലേക്കൊന്നും ഇടം പിടിക്കാൻ കഴിയാതെ ഈ പിൻവാതിൽ വഴിയും അല്ലെങ്കിൽ ആനുകൂലികൾക്ക് നടത്തുന്ന നിയമനങ്ങളും ഒക്കെ കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവരൊക്കെയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ വന്ന പുതിയ സർക്കാരിന്മേലാണ്. 10 വർഷത്തെ ദുർഭരണം അവരെ ഇത്തരത്തിൽ വലിയൊരു ദുർഗതിയിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഈ വന്ന പുതിയ സർക്കാരിലാണ് അവരിപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയമാണ് ഇന്ന് ലെറ്റ്സ് ടോക്ക് സംസാരിച്ചത്, അല്ലേ? ഇനി മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നത് വരേക്കും ജയ് ഹിന്ദ്.